ചില ക്ലബ്ബുകൾക്ക് അബദ്ധങ്ങൾ സംഭവിക്കും. അവരുടെ യങ് ടാലൻസിനെ ക്ലബിൽ നിലനിർത്താൻ സാധിക്കാറില്ല. മറ്റ് ക്ലബ്ബുകൾക്ക് കൈമാറും. പിന്നീട് അവർ വലിയ ലെജൻസ് ഒക്കെ ആയിട്ട് മാറും, അല്ലെങ്കിൽ ലോകോത്തര താരങ്ങളൊക്കെ ആയി മാറും. ചെൽസിയുടെ ഭാഗത്ത് നിന്ന് രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ ഇതുപോലെ നഷ്ടപ്പെട്ടിരുന്നു. ചെൽസിക്ക് നഷ്ടമായ രണ്ട് താരങ്ങളാണ്, ഒന്ന് മുഹമ്മദ് സലയും പിന്നെ കെവിൻ ഡിബ്രൂയിനെയും. അവരിന്ന് ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ കഴിഞ്ഞ സീസണിൽ ചെൽസിക്ക് തിരിച്ചൊരു ഗോൾഡൻ ബോയിനെ കിട്ടി. അത് മറ്റാരുമല്ല, നമ്മുടെ കോൾ പാമർ ഇപ്പം വാർത്തകൾ നിറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അത്രയും മികച്ച രീതിയിലാണ് ചെൽസിക്ക് വേണ്ടി അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു പ്ലെയറാണ്, എന്തൊരു മനോഹരമായുള്ള ഒരു പ്ലെയർ, ഒരു കംപ്ലീറ്റ് പ്ലെയർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. മികച്ച ഗോൾ സ്കോററാണ്, അസിസ്റ്റ് നൽകും, പ്ലേ മേക്കറാണ്, മിഡ്ഫീൽഡിൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റുന്ന പ്ലെയർ, ഫ്രീ കിക്കുകൾ എടുക്കുന്നു, പെനാൽറ്റി എടുക്കാൻ വിദഗ്ധൻ. ഒരു കോച്ച് ആഗ്രഹിക്കുന്നത് എന്താണോ ആ രീതിയിലെല്ലാം ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറായിട്ട് കോൾ പാമർ മാറിയിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റി അക്കാദമിയിലൂടെ വളർന്ന താരമാണെങ്കിലും പിന്നീട് ഇപ്പം കഴിഞ്ഞ സീസണിലാണ് അദ്ദേഹം ചെൽസിയിലെത്തുന്നത്. ചെൽസിയിലെ ആദ്യ സീസണിലേക്ക് അദ്ദേഹം കളിക്കുമ്പോൾ, അല്ലെങ്കിൽ ചെൽസിയിലേക്ക് പോകുമ്പോൾ ഒരുപാട് മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ചെൽസി ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെയാണ് പോകുന്നത്, റീബിൽഡിംഗ് ഫേസ് ആയിരുന്നു. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ക്ലബിന് എന്തിനാണ് കോൾ പാമർ പോകുന്നത്? കോൾ പാമറിന് മാൻ സിറ്റിയിൽ അവസരങ്ങൾ കുറവായിരുന്നു, പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഭാവിയിൽ അദ്ദേഹത്തിന്റെ അവസരങ്ങൾ ലഭിക്കും എന്നുള്ളൊരു വാദമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ചോയ്സ് ശരിക്കും ശരിവെക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് കോൾ പാമർ പുറത്തെടുത്തത്. ഇപ്പം ചെൽസിയിൽ എത്തിയതിനു ശേഷം അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ മാത്രം 45 മത്സരങ്ങളിൽ നിന്ന് 25 ഗോളുകളും 15 അസിസ്റ്റുകളുമാണ് നേടിയത്. 22 വയസ്സ് മാത്രമേ പാമറിനുള്ളൂ. ആ ഒരു കളി എങ്ങനെ വിലയിരുത്താനും കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഒരു മത്സരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വ്യക്തമായിട്ട് അറിയുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു റീഡിങ് കപ്പാസിറ്റി, വിഷൻ, പിന്നെ പാസിംഗ് സ്കില്ല്, ഡ്രിബ്ലിംഗ് കപ്പാസിറ്റി എല്ലാം ഒരു ടോപ്പ് ക്ലാസ് തന്നെയാണ്. കോൾ പാമർ ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ആ നേടിയ ഫ്രീ കിക്ക് ഗോൾ, അത് ശരിക്കും ബെക്കാമിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഗോളായിരുന്നു. ഇപ്പം ബോക്സിന് പുറത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ ക്ലോസ് റേഞ്ച് ഗോൾസ് ആണെങ്കിലും എല്ലാ അർത്ഥത്തിലും അതൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് കോൾ പാമർ കളിക്കുമ്പോൾ കോൾ പാമറിന്റെ കൂടെ കളിക്കുന്ന താരങ്ങൾക്കും അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവും. കാരണം അവരുടെ ഒരു നിലവാരം കൂടി ഉയർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലെയറാണ് പാമർ. അങ്ങനെയുള്ള പ്ലെയേഴ്സ് ഇന്ന് വളരെ കുറവാണ്. ശരിക്കും ഒരു കംപ്ലീറ്റ് ഫുട്ബോളറാണ്, വളരെ കൂളാണ്. കോൾഡ് പാമർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. യാതൊരു ടെൻഷനൊന്നും ബാധിക്കില്ല. പിന്നെയാണെങ്കിൽ ഒരു ലോ പ്രൊഫൈലാണ്, അമിതമായിട്ട് മീഡിയ ക്രേസി ഒന്നുമല്ല. അപ്പോൾ ആ രീതിയിൽ എല്ലാ അർത്ഥത്തിലും ഒരു വലിയ പൊട്ടൻഷ്യലുള്ള പ്ലെയർ തന്നെയാണ് കോൾ പാമർ. ഇപ്പോൾ ഇംഗ്ലണ്ടിന് വേണ്ടിയാണെങ്കിലും വലിയ റോള് കോൾ പാമറിന് വഹിക്കാനുണ്ടാവും. പിന്നെ ചെൽസിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെൽസിയുടെ പ്ലാനിൽ വലിയ ഒരു റോൾ തന്നെയാണ് ഇപ്പോൾ കോൾ പാമർ നിലവിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണെങ്കിൽ ചെൽസി അവസാനം 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു വലിയ പങ്ക് വഹിച്ച പ്ലെയറാണ് പാമറിൻ്റെ ആ ഒരു പ്ലേ മേക്കിംഗ് എബിലിറ്റി ആണെങ്കിലും ടീമിനെ മൊത്തം ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന, അതായത് മൈതാനത്ത് ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്കില്ല്, അതൊക്കെ ശരിക്കും ഒരു എക്സംപ്ലറി എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പം ഈ ഒരു സീസണിൽ മാത്രം പ്രീമിയർ ലീഗിൽ ഇപ്പോൾ 6 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളും 4 അസിസ്റ്റുമാണ് പാമർ നേടിയിരിക്കുന്നത്. ചെൽസി യുവനിരയുടെ ഒരു പൊട്ടൻഷ്യൽ നമുക്കറിയാം. അവർ കഴിഞ്ഞ സീസണിലും അവർ പൊട്ടൻഷ്യലൊക്കെ കാണിച്ചിരുന്നു. പക്ഷേ ഈ സീസണിൽ മറസ്ക വന്നതിന് ശേഷമാണ് അവരൊന്ന് സെറ്റായത്. അപ്പം അതിൽ ഒരു ലീഡ് റോൾ വഹിക്കുന്നത് കോൾ പാമറാണ്. പാമറിന്റെ കളി കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. കാരണം ശരിക്കും അദ്ദേഹത്തിന്റെ ടച്ചസ് ആണെങ്കിലും പാസസ് ആണെങ്കിലും ആ ഒരു ഡ്രിബ്ലിംഗ് കപ്പാസിറ്റി, പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പാമർ അതായത് എവിടെയാണോ അദ്ദേഹത്തിന് അവസരങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ലോങ് റേഞ്ച് ഗോളുകളൊക്കെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. എവിടെയാണോ ഒരു പഴുത് ശത്രുപാളയത്തിൽ ഉണ്ടാവുന്നത് അത് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് ചാർജ് ചെയ്ത് അത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. 22 വയസ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനിടയിൽ തന്നെ ഇത്രയും ഒരു പെർഫോമൻസ്, അതായത് മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കോൾ പാമറിന് കഴിയുന്നുണ്ട്. കോൾ പാമർ ഒരു അണ്ടർ റേറ്റഡ് പ്ലെയർ ആണെന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന്റെ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം ചെൽസിയിൽ വന്നതിന് ശേഷം ഹാലൻഡിനേക്കാൾ കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ കോൾ പാമറിന് പ്രീമിയർ ലീഗിലുണ്ട്. ഇപ്പോൾ ടോപ്പ് 5 ലീഗിൽ തന്നെ കഴിഞ്ഞ സീസണും ഈ സീസണും നോക്കുകയാണെങ്കിൽ ഹാരി കെയ്ൻ മാത്രമാണ് പാമറിന് മുമ്പിൽ നിൽക്കുന്ന ഏക പ്ലെയർ. പലപ്പോഴും പക്ഷേ ആ രീതിയിലുള്ള റെക്കഗ്നൈസേഷൻ കോൾ പാമറിന് ലഭിക്കാറില്ല. എന്തായാലും എൻസോ മറസ്കയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ചെൽസി നല്ല രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ മത്സരങ്ങളൊക്കെ വിജയിക്കുന്നു. ഇപ്പം നിലവിൽ പ്രീമിയർ ലീഗിൽ 4ാം സ്ഥാനത്തുണ്ട്. വലിയൊരു പ്രതീക്ഷ ചെൽസി ഫാൻസിനുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയുടെ ഒരു പ്രധാന ആധാരം കോൾ പാമർ തന്നെയാണ്. കോൾ പാമറിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഒരുപാട് മാസ്മരികമായുള്ള പെർഫോമൻസ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. കോൾ പാമറിന്റെ ഒരു വളർച്ചയെ, അതായത് മാൻ സിറ്റി വിട്ട് ചെൽസിയിൽ എത്തിയതിനു ശേഷമുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.